ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്നും ഞാൻ വരുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്നും വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ വേദൂട്ടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ പാരൻസ് മീറ്റിങ്ങും കൂടെയാണെന്ന്. അപ്പോൾ എനിക്ക് പാരൻസ് മീറ്റിങ്ങിന് പോകണം. അപ്പോൾ 8:30ക്കാണ് പാരൻസ് മീറ്റിംഗ്. അപ്പോൾ 8 മണിക്ക് ഇവിടെ നിന്ന് പോകണം. അതിന് മുന്നേ വേദൂട്ടിനെ റെഡി ആക്കിയിട്ട് സ്കൂൾ വണ്ടിയിൽ പോകാനാണ് ഇപ്പോൾ പരിപാടി കേട്ടോ. വേദൂട്ടിനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഞാനും സുമേഷേട്ടനും കൂടെ ബൈക്കിന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഋതിക്കുട്ടിനെ റെഡി ആക്കിയിട്ട് അമ്മൻ്റെ അടുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേദൂട്ടിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. 5 മണിക്ക് അലാറം വെച്ചിട്ട് 6 മണിക്കുണ്ടോ എണീറ്റ് വരുന്ന ഉറക്കത്തിൽ പെട്ടുപോയി. വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അങ്ങനെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. എന്നാൽ അവൾക്ക് ലഞ്ച് കൊണ്ടുപോകാനായിട്ട് ഉരുളക്കിഴങ്ങാണ്. പുറത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. കുറേ പണികളുണ്ട്. രാവിലത്തെ കുറേ പണികളുണ്ട്. യൂണിഫോം അയൺ ചെയ്യണം, വേദുവിനൊന്ന് റെഡിയാക്കണം, ഋതിക്കുട്ടിന് റെഡിയാവണം, ഞാൻ റെഡിയാവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വേദൂട്ടിനെ ഒന്ന് എണീപ്പിച്ചിട്ട് വേണം ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തിന്നാ സുമേഷേട്ടനെ എണീച്ചിട്ട് ജിമ്മിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിനുശേഷം ഞാൻ വേഗം വേദൂട്ടിക്കുള്ള സ്നാക്സും വെള്ളവും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. സ്നാക്സും വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം അവൾ ബാത്റൂമിൽ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല പാട്ടാണ് ബാത്റൂമിൽ. ഞാൻ എപ്പോഴും വേദൂട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ബെൽറ്റും ടാഗും എപ്പോഴും അവളുടെ ബാഗിൽ തന്നെ വയ്ക്കും, അല്ലെങ്കിൽ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം ചെയ്യുന്നത് വേദൂട്ടിൻ്റെ യൂണിഫോം വേഗം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. വേഗം ഒന്ന് ചട്ടപ്പെട്ടേ വട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം അവൾക്ക് റെഡി ആവണം, എനിക്കും റെഡി ആവണമല്ലോ. അതുകൊണ്ട് അവളെ റെഡി ആക്കിയിട്ട് വേണം എനിക്കൊന്ന് റെഡി ആവാൻ. അപ്പോൾ വേഗം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ അവളുടെ സ്കൂള്. LKG UKG ഇവിടെ ചിറ്റൂർ തന്നെ ആയിരുന്നു. ഇപ്പോൾ അവളുടെ സ്കൂള് വവാക്കോട് എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട്. അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചപ്പാത്തി കുഴക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തി കുഴക്കൽ പരത്തിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദൂട്ടിക്കൊന്ന് ചപ്പാത്തി മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയ ശേഷം വേദൂട്ടിക്ക് ലഞ്ചൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കണ്ടോ. ടവലിൽ പൊതിഞ്ഞ് കൊടുക്കണം. എപ്പോഴും ഇങ്ങനെ ടവലിൽ പൊതിഞ്ഞ് കൊടുക്കണം എന്നാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ബാഗിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വേദൂട്ടിനെ വേഗം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വേഗം യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ചു. പിന്നെ സോക്സും ഷൂവും കൂടെ വേഗം ഒന്ന് ഇടിയിപ്പിക്കണം. ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷെ പതുക്കെ ചെയ്യാറുള്ളൂ. വേഗം ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എനിക്ക് റെഡി ആവേണ്ടതുകൊണ്ട് വേഗം ഒന്ന് അവളെ റെഡിയാക്കി നിർത്തിയിട്ട് വേണം എനിക്കൊന്ന് റെഡിയാവാൻ. വേഗം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. ഋതിക്കുട്ടി അടിച്ചപ്പോൾ ഇതൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് വേഗം ഓടി ഓടി ചെയ്യുകയാണ്. അവളെ എണീറ്റാൽ പിന്നെ കുറച്ച് സമയം അവളെടുത്തിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ വേഗം ഒന്ന് കുളിക്കാൻ കയറി കേട്ടോ.
കുളി കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ ഒന്ന് വിളക്ക് കൊളുത്താമെന്ന് വിചാരിച്ചു. രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ വിളക്ക് കൊളുത്തുന്നത് പതിവാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിളക്ക് കൊളുത്തും രാവിലെ. അങ്ങനെ വിളക്ക് കൊളുത്തിലൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അപ്പോഴത്തേനും വൃതിക്കുട്ടി എണീറ്റു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേദൂട്ടിക്കുള്ള ഫുഡും കൂടെ കൊടുക്കുകയാണ്. വൃതിക്കുട്ടി നല്ല ഉറക്കമുണ്ട് തോളിൽ കിടന്നിട്ട്. വേദൂട്ടി പിന്നെ കഴിക്കാൻ പിന്നെ 1 മണിക്കൂർ എടുക്കും. ഞാൻ വേഗം അവൾക്കുള്ള ഫുഡും കൂടെ വേഗം പാലൊക്കെ കൊടുത്തു കേട്ടോ വൃതിക്കുട്ടിക്ക്. ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് അവൾ അമ്മേൻ്റെ അടുത്ത് ആക്കാനായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ഞാൻ വൃതിക്കുട്ടിൻ്റെ മേലൊക്കെ കഴുകിയിട്ട് അമ്മേൻ്റെ അടുത്ത് കൊണ്ടാക്കി. ഞാൻ പാരൻസ് മീറ്റിംഗ് കണ്ടിട്ട് വരുള്ളൂ. അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. മുഴുവനായിട്ടൊന്നും വീഡിയോ ഞാൻ എടുക്കുന്നില്ല. പകുതി മാത്രം എടുക്കുന്നു കേട്ടോ. ഞാൻ അവളുടെ സ്കൂളെത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ഗേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ ഫ്രണ്ട് പോർഷൻ എത്തിയിട്ടുണ്ട്. പോകുമ്പോഴത്തേനും കുറച്ച് പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേഗം വേദൂട്ടിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ തന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുഴുവനായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അഡ്മിഷൻ എടുത്താലും കുട്ടി പഠിക്കുന്നത് ഈ സ്കൂളിലെ റെക്കോർഡിലാണ്. ശിവകുട്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത്. ഞാൻ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഞാൻ ബസ്സിനാണ് വന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.